ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഐൻസ്റ്റീൻ ക്രിസ്മസ് മാർക്കറ്റിലേട്ടാട്ടോ. അപ്പോൾ അത് ഇത് കണ്ടോ, ഉദിച്ച് പൊങ്ങുന്ന നമ്മുടെ ചന്ദ്രനാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആ ലേക്കിലുണ്ട്. അതായത് സൂരജ് ലേക്കാണ് കേട്ടോ. ആ കാഴ്ചകളൊക്കെ കാണാൻ അതിമനോഹരം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഐൻസ്റ്റീനിൽ പള്ളിയിലെത്തിയിരിക്കുക കേട്ടോ. ഇവിടെ ഈ സമയത്ത് ക്രിസ്മസ് മാർക്കറ്റും ഉണ്ട്. അങ്ങനെ ആദ്യം നമ്മൾ പക്ഷെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി വളരെ ഒരു എന്താ പറയുക നിറഞ്ഞ മനസ്സോടെ നമ്മളിവിടുന്ന് ഇറങ്ങി മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ വ്ളോഗ്സിൽ ഈ ഐൻസിഡൻറ്റ് പള്ളിയെക്കുറിച്ച് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അങ്ങോട്ടൊന്നും മഞ്ഞില്ലാത്തത് കൊണ്ടും ഇവിടെ ഇങ്ങോട്ട് നല്ല മഞ്ഞുള്ളത് കൊണ്ടും പിള്ളേർ ഭയങ്കര മഞ്ഞ് കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ഇതാണ് ക്രിസ്മസ് മാർക്കറ്റ്. ഇത് അങ്ങ് ആ ഒരു സ്ട്രീറ്റ് അങ്ങ് ഫുൾ അവസാനിക്കുന്നവരെയുണ്ട് കേട്ടോ ക്രിസ്മസ് മാർക്കറ്റ്. നല്ലൊരു ഫീലിംഗ് ആട്ടോ ഇവിടെ വന്നപ്പം. ഇത് കണ്ടില്ലേ, പടികളിലൊക്കെ തിരിയൊക്കെ കത്തിച്ച് വെച്ച് ആ ഒരു വൈബ്, ക്രിസ്മസ് വൈബ് ഭയങ്കര രസമായിരുന്നു. അപ്പം നമ്മൾ അങ്ങ് പോകുന്ന വഴിക്കാണ് മക്കൾ ഈ പറഞ്ഞ പോലെ സ്നോ ഒക്കെ കണ്ടപ്പോൾ സ്നോ ബോളൊക്കെ ഉണ്ടാക്കി കളിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ മുന്നോട്ട് നടന്നു കേട്ടോ. മുന്നോട്ട് നടന്നുമ്പോൾ ഈ പട്ടിക്കുട്ടിയെ കണ്ടു. അതിൻ്റെ കഴുത്തിലെ ആ മാല കണ്ടപ്പോൾ ഒരു രസം തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റോളുകളെല്ലാം ഇങ്ങനെ കണ്ട് അങ്ങ് ക്രിസ്മസ് മാർക്കറ്റ് ഒന്ന് എന്താ പറയുക ഡിസ്കവർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. എല്ലായിടത്തും ഗ്ലൂ വൈൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ മ്യൂൾ വൈൻ എന്നാണ് തോന്നുന്നു ഇംഗ്ലീഷിൽ പറയുന്നത്. ചൂടാക്കിയ റെഡ് വൈനാണ്. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ മണമാണ് എല്ലായിടത്തും എങ്ങും എവിടെയും പരക്കുന്നത് കേട്ടോ. മക്കളങ്ങനെ ഒരു ഹോട്ട് ചോക്ലേറ്റൊക്കെ മാർഷ്മെലോസൊക്കെ വെച്ച് ഹോട്ട് ചോക്ലേറ്റൊക്കെ മേടിച്ച് കുടിച്ച് നമ്മളിങ്ങനെ സ്റ്റോളുകൾ കണ്ടുകൊണ്ടേയിരിക്കും. സ്വിറ്റ്സർലൻഡിൽ നിന്ന് പല സ്ഥലങ്ങളിലായിട്ട് വന്ന ആളുകളാണ് കേട്ടോ പല ഐറ്റംസ് വിൽക്കാൻ നിൽക്കുന്നത്. അതായത് തിരികൾ, ഹാൻഡ് ക്രാഫ്റ്റ്, ബ്രെഡ്, ഉണക്കിറച്ചി ഇത് കണ്ടില്ല. ഇതിപ്പോൾ ഇന്ത്യൻ സ്റ്റൈലിൽ എന്തൊക്കെയോ വിറ്റുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ പറഞ്ഞ പോലെ ഫുഡ്, ചെറിയ സ്റ്റോളുകൾ, കുടിക്കാനുള്ള സ്റ്റോളുകൾ, അങ്ങനെ കുറേ ഐറ്റംസ്. നല്ല രസമാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് പോകാനായിട്ട്. മേടിക്കാനാണ് ഇച്ചിരി കാശ് കൂടുതലാണ് കേട്ടോ, ബട്ട് നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ഏതാണെങ്കിലും എല്ലാം കണ്ട് ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോഴേക്കും നമ്മൾ ഇവിടുത്തെ റാക്ലേറ്റ് മേടിച്ചു. സ്വിറ്റ്സർലൻഡിൻ്റെ ഏകദേശം ദേശീയ ഭക്ഷണമായിട്ട് തന്നെ നമുക്കിതിനെ കൂട്ടാം. പ്രത്യേകിച്ച് തണുപ്പ് സമയത്താണ് ഇത് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഡെസേർട്ടായിട്ട് ചെറിയ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മിനി ഡോണറ്റ്സ് മേടിച്ച് കഴിച്ചു. ഇത് കണ്ട് ഇവർ ഉണ്ടാക്കുന്നു, അപ്പം തന്നെ അവർ സെർവ് ചെയ്യുന്നു. അങ്ങനെ നല്ല യമ്മി ക്രിസ്പി ആയിട്ടുള്ള സംഭവം മേടിച്ചു. ഇത് തീ പിടിച്ചതല്ല കേട്ടോ, ഇറച്ചി കോലെ കുത്തി വിൽക്കുന്ന സംഭവമാണ്. അങ്ങനെ അതും മേടിച്ച് കഴിച്ച് ഞങ്ങൾ പയ്യെ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗമാണ്. പോകുന്ന വഴിക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് വീടുകളെല്ലാം അലങ്കരിച്ചേക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയോ, ഇതാണ് സൂരജ് ലേക്ക്. ആ കാഴ്ചകൾ, ആ ലൈറ്റ് അടിപൊളി.